ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. സാധന ദ സനാതനി ഇൻസൈഡ്. കാശി വിശ്വനാഥൻ കണ്ണു തുറക്കുന്നു. കാശി വിശ്വനാഥൻ പഞ്ചാക്ഷരിയുടെ പവിത്രതയിൽ താനും ഭക്തനും ശിവം, സർവം ശിവമയം, ഞാൻ നീ തന്നെ എന്ന് ഭാരതീയരെ പഠിപ്പിച്ച കാശി വിശ്വനാഥൻ പഴമയ്ക്ക് ചരിത്രമായ ശിവപെരുമാൾ കാശിയുടെ പ്രതിബിംബമാണ്. വിശ്വനാഥന്റെ നഗരം കാശി, മരണത്തെ മഹത്വവൽക്കരിച്ച മഹാനഗരം കാശി, ശ്മശാനം കൊണ്ടൊരു നഗരം, ശ്മശാനത്തിന് മാത്രം വേണ്ടി നിലനിൽക്കുന്ന ഒരു നഗരം കാശി. ഗംഗയുടെ തീർത്ഥം പോലെ ചെവിയിൽ വീഴുന്ന പഞ്ചാക്ഷര മന്ത്രവും താരകമന്ത്രവും ഒരു ആത്മാവിന് ശിവലോകത്തേക്കും സായുജ്യത്തിലേക്കുമുള്ള കവാടം കാണിക്കുമെന്ന വിശ്വാസം നിലനിൽക്കുന്ന മഹാനഗരം കാശി. കാശി വിശ്വനാഥന്റെ നഗരം. നന്ദിയെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് വിശ്വനാഥൻ പടിയിറങ്ങിയ മഹാനഗരം കാശി. കാശിയുടെ തകർച്ചയും വിശ്വനാഥന്റെ ധ്യാനവും. ഗസ്നവി, ഗോറി, ലോധി, അബ്ദാലി മുതൽ ഔറംഗസേബ് വരെയുള്ള കാലഘട്ടത്തിൽ കാശി നേരിടേണ്ടി വന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് മാത്രം പറയാവുന്ന കഥനകഥകളാണ്. മതാന്ധത ബാധിച്ച ഒരുപറ്റം ആസുരിക ശക്തികൾ കാശിയുടെ മേൽ ഏൽപ്പിച്ച പ്രഹരം ഭീകരമായിരുന്നു. കാശിയിൽ വന്നാൽ പുണ്യമല്ല മരണമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ജിഹാദ് വിളിച്ച ഭീകരർക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് മടങ്ങിയ ഭാരതീയ ഭക്തി ചൈതന്യം പിന്നെ കണ്ടത് ഡെക്കാണിൽ നിന്നുള്ള പോരാളികളെയാണ്. മറാഠയുടെ കരുത്തിന് മുന്നിൽ ജീവവായു ശ്വസിച്ച കാശി നഗരം. ജയ് ശിവാജി എന്ന് വിളിച്ചുകൊണ്ട് മരണത്തിന് മുൻപിലേക്ക് പറന്നിറങ്ങിയ മറാഠകൾ അന്ന് അവിടെ നടത്തിയ പോരാട്ടത്തിന് ശേഷം കാശി ശാന്തമായി. അതിനുശേഷം ഒരിക്കലും ഒരു ആസുരിക ശക്തിയും കാശിക്ക് മുകളിൽ പറന്നിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. പക്ഷേ വിശ്വനാഥൻ മടങ്ങി വന്നില്ല. തകർക്കപ്പെട്ട കാശി വിശ്വനാഥ ക്ഷേത്രവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന നന്ദിയും ഏതു ഭാരതീയന്റെയും കരളലിയിപ്പിക്കുന്നതാണ്. വിശ്വനാഥൻ കണ്ണു തുറക്കുന്നു. ഭാരതം സ്വതന്ത്രമായതിനു ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി നടത്തിയ പോരാട്ടങ്ങൾ ചെന്നവസാനിച്ചത് കോടതി മുറികളിലാണ്. തച്ചു തകർക്കപ്പെട്ട വിശ്വനാഥ ക്ഷേത്രവും അതിന്റെ അവശേഷിപ്പുകളും ഭൂമിക്കടിയിലുണ്ടെങ്കിൽ അവ പുറത്തു കൊണ്ടുവരാനും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ വിശ്വനാഥന്റെ സാന്നിധ്യത്തെ അന്വേഷിക്കുവാനും കോടതിയിൽ നിന്ന് വന്ന ഉത്തരവുകൾ ഭാരതീയരെ ത്രസിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. എന്റെ വിശ്വനാഥൻ കണ്ണു തുറന്നു എന്ന സന്തോഷത്തിൽ, വർദ്ധിതമായ ആവേശത്തിൽ പഞ്ചാക്ഷരി വിളിച്ചുകൊണ്ട് ഉയർന്നു ചാടിയ ഭാരതീയർ കണ്ടത് ജഡ അഴിച്ചിട്ടുകൊണ്ട് കാശിയെ മുഴുവനായും സ്വന്തം നെഞ്ചിൽ നിർത്തിയിരിക്കുന്ന ശിവപെരുമാളിനെയാണ്. കാശി തന്നെ വിശ്വനാഥൻ. പാർവതി ദേവിക്ക് കൊടുത്ത വാക്ക് എന്നും പാലിക്കുന്ന ശിവപെരുമാൾ ഒരിക്കലും കാശിയെ വിട്ടുപോയിരുന്നില്ല. കാശി തന്നെയാണ് വിശ്വനാഥൻ എന്ന് ഭാരതീയർ മനസ്സിലാക്കിയത് അന്നാണ്. എന്റെ ശിവപെരുമാൾ ധ്യാനത്തിൽ നിന്നുണർന്നു. എന്റെ വിശ്വനാഥ ക്ഷേത്രം ഭവ്യമന്ദിരമായി തിരിച്ചു വരുമെന്നും നന്ദിയുടെ കാത്തിരിപ്പ് തീരാറായി എന്നും നന്ദിയുടെ നാഥൻ, കാശിയുടെ നാഥൻ വിശ്വനാഥൻ കണ്ണു തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഭാരതീയ പോരാട്ട വീര്യം കാശിയെ ലക്ഷ്യമാക്കി നീങ്ങിയ മറാഠകളുടെ യുദ്ധഘോഷം ആവർത്തിക്കുന്നുണ്ടായിരുന്നു. കാശിയിലെ മരണം പുണ്യം, വിശ്വനാഥന്റെ മണ്ണിലെ സമരം സായുജ്യം. മറാഠകളുടെയും രജപുത്രരുടെയും വംഗദേശത്തിന്റെയും ബനാറസികളുടെയും പഞ്ചാബിന്റെയും സമര മനസ്സിന് മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. കാശി വിശ്വനാഥൻ കണ്ണു തുറക്കുന്നു. ദിസ് ഈസ് 5 സെക്കൻഡ്സ് വ്യൂ. സാധന ദ സനാതനി ഇൻസൈഡ്. താങ്ക് യു സോ മച്ച്.